പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലൊക്കെ ഹേറ്റേഴ്സ് ഉണ്ടായത് ഇവിടെ പലർക്കും കുരുപൊട്ടിയൊരു കാര്യമാണ്. ഞാനൊരു കാര്യം പറഞ്ഞു, എനിവൺ ക്യാൻ ഡു മോഡലിംഗ് എന്ന് പറഞ്ഞു. ഇതിന്റെ പേരിൽ ഇവിടെ ഉണ്ടായ ഇഷ്യൂസ്, എനിക്ക് അതിന്റെ പേരിൽ ബാൻ വരെ വരേണ്ട അവസ്ഥ ഉണ്ടായി. അതെന്തായിരുന്നു ശരിക്കും ഞാൻ പറഞ്ഞു എനിവൺ ക്യാൻ ഡു മോഡലിംഗ്. ആർക്കും ഒരാള് എനിവൺ ക്യാൻ, ഞാൻ ആക്ച്വലി പറഞ്ഞത് എനിവൺ ക്യാൻ ഡു മോഡലിംഗ് ഹു ഹാവ് ദ കറേജ് ടു ഡു ഹാർഡ് വർക്ക്, കമ്മിറ്റ്മെന്റ്, പെർസിസ്റ്റൻസി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം യൂട്യൂബ് ചാനലുകാർ എനിവൺ ക്യാൻ ഡു മോഡലിംഗ് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഇറക്കി. ഇതിന്റെ പേരിലുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മോഡലിംഗ് ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവർ പറഞ്ഞ ഈ മോഡൽസിന് ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ മോഡൽസ് ആയിട്ടുള്ളവർ മാത്രമായിരിക്കണം, വെൽ ഡെവലപ്പ്, നല്ല ഭംഗിയുള്ളവർ മാത്രം. അങ്ങനെയല്ല. റൺവേ മോഡലിംഗ്, ഇപ്പം വേൾഡിൽ തന്നെ മോഡലിങ്ങിന് മൂന്നായിട്ട് നമുക്ക് ചിന്തിക്കാം. അഡ്വർടൈസിങ് മോഡലിംഗ് അല്ലെങ്കിൽ പ്രിന്റ് മോഡലിംഗ് എന്ന് പറയും, റൺവേ മോഡലിംഗ്, പിന്നെ മൂന്നാമത്തത് പാജന്റ് മോഡലിംഗ്. ഇതിൽ റൺവേസിൽ മാത്രമാണ് മോഡൽസിന് ഹൈറ്റ് ആവശ്യം. അതും ആ ഡിസൈൻ മിനിമം 6'5" ബോഡി ഫിറ്റ്നസ് ഒക്കെ പറയുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഹൈറ്റ് കുറഞ്ഞ ആളും ഹൈറ്റ് കൂടിയ ആളും ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഡ്രസ്സ് കൂടുതൽ ഹൈലൈറ്റ് ആവുക ഹൈറ്റുള്ള ആളാണ്. അതുകൊണ്ട് മാത്രമല്ല, അത് വേറൊരു ബേസും ഇല്ല അതിനൊന്നും. പിന്നെ പാജന്റ് മോഡലിംഗ്, റൺവേ. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ചെയ്യാം. കാരണം നിങ്ങൾ ഷീമാ ടിഡിയോ കല്യാൺ സിൽക്സിന്റെ ഒരു പരസ്യം എടുത്ത് നോക്കുക. അവിടെ ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുട്ടികളുണ്ട്, അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്. ഒരു പരസ്യത്തിന് തടിച്ച ആളെ വേണം, മെലിഞ്ഞ ആളെ വേണം, കറുത്ത ആളെ വേണം, വെളുത്ത ആളെ വേണം, എല്ലാവരെയും ആവശ്യമുണ്ട് മോഡലിംഗ് ഇൻഡസ്ട്രിക്ക്. സോ ഇവരെന്തിനാണ് ഇതിനൊരു സ്റ്റീരിയോ ടൈപ്പ് ആക്കി കുറച്ച് പേർക്ക് ചെയ്യാൻ മാത്രം പറ്റുന്ന ഒരു സാധനമാക്കി മാറ്റേണ്ട ആവശ്യം? എല്ലാവരും ചെയ്യട്ടെ, എല്ലാവരും അതിൽ വളർന്നു വരട്ടെ. ഇത് പ്യുവർ ഇന്റൻഷൻ ആയിരുന്നു. പിന്നീട് ഇവർ പറയാൻ തുടങ്ങിയെന്നറിയോ, അതിലത് പറയാൻ കാരണം അതിൻ്റെ അക്കാഡമിയിൽ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ടാണ്.